എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? നല്ല അടിപൊളി മൂവി, നല്ല സസ്പെൻസ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കാത്ത സസ്പെൻസ്. നല്ല അടിപൊളി. ഫഹദ് ഫാസിൽ നല്ലതായിട്ട് അഭിനയിച്ചു. വടിവേലി അതുകൊണ്ടായിട്ടും ഗംഭീരമായിട്ട്. ശരിക്കും ഒരു ഫാമിലി സ്റ്റോറി. ഫാമിലി സ്റ്റോറി. ശരിയാണ്. നല്ല സിനിമ. ഫാമിലി എന്ന് ചോദിച്ചാൽ ഇതൊരു നല്ലൊരു മെസ്സേജുള്ള സിനിമയാണ്. രണ്ടുപേരും നല്ല കോംബോ ആണ്. വടിവേല നല്ല അഭിനയം കാണിച്ചു വെച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിൽ സൂപ്പറായി ഉള്ള നന്നായിട്ടുണ്ട്. അപ്പോൾ അതും വടിവേലുമായിട്ടുള്ള നല്ല കോമ്പിനേഷൻ ഇതൊക്കെയാണ്. എന്തോ ഒരു മെസ്സേജ് ഉണ്ട്. അത് ഇതാ സസ്പെൻസ് പോലെ ഉണ്ട്, കാണാനായിരിക്കും. ഫാമിലി നന്നായിട്ടുണ്ട്. അഭിനയം നല്ല. അപ്പോൾ അതിൻ്റെ യൂഷ്വൽ ഇതാണല്ലോ. വടിവേൽ നന്നായിട്ടുണ്ട്. മെയിനായിട്ട് ഇവരെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് തന്നെ. മാമൻ പോലല്ല, അത് തന്നെ. ഇത് വേറൊരു സബ്ജക്റ്റാണ്. മറ്റേ വേറെ ഒരു അത് സസ്പെൻസാണ്. ഫാമിലിക്ക് നന്നായിട്ട് തോന്നി. എന്താ എടുത്തു പറയാ? ഓക്കേഷാണ്. അല്ല മറ്റേ ഭയങ്കര കിടിലം അങ്ങനെ അതല്ല. ഓക്കേഷാണ്. കണ്ടു ഫാമിലി കിടിലം പടം കണ്ടു. മാരീസ് സൂപ്പറായിട്ടുണ്ട്. കിടിലായിട്ട് പെർഫോം ആയിട്ടുണ്ട്. കണ്ടു നോക്കിയാലേ പറയാം. രണ്ടുപേരുടെയും കോമ്പയും കൊള്ളായിരുന്നു. ക്ലൈമാക്സ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. സൂപ്പറായിരുന്നു. വടിവേലും ഫഹദൊക്കെ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു. മെസ്സേജ് അങ്ങനെയൊന്നുമില്ല. വടിവേലിൻ്റെ അഭിനയം അത് സൂപ്പറായിരുന്നു. ഇൻഡോറിന് ശേഷമുള്ള ഭാഗമൊക്കെ സൂപ്പറായിരുന്നു. അടിപൊളി ഭാഗം. മാരീസല്ലേ? നല്ല നല്ല പടത്തെ പറ്റി എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ ഒരു ഫാമിലി സ്റ്റോറി അവർ ജസ്റ്റ് ഇത് പോകുന്ന പോലെ വിചാരിച്ചത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലാണ് അതൊരു ക്രൈമിനെ കുറിച്ചുള്ള ഒരു കാര്യം. കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിലെ പിള്ളേരോ അങ്ങനെ നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ തന്നെ നല്ല മനസ്സിലാവുന്നത്. ഫസ്റ്റ് ഹാഫിൽ സ്ലോ ആയിട്ട് പോകുന്നത്. എന്തിനാ ഒരു ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നത് സിമ്പിളായിട്ടുണ്ട്. നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ കംപ്ലീറ്റ് സൂപ്പറാണ്. രണ്ടുപേരും നല്ലായിരുന്നു. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം കൊള്ളാം. മെസ്സേജ് ആണെന്ന് വെച്ചാൽ അങ്ങനെ മെസ്സേജ് ആയിട്ടൊന്നും പറയാൻ കൊള്ളാം. നല്ല പടം. പടത്തിൽ എടുത്തു പറയാൻ നമ്മുടെ ഈ പൊതുവെ നടക്കുന്ന ഇപ്പോഴത്തെ പോക്സോ കേസുകൾ, വുമൺ സേഫ്റ്റി, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ നല്ല സ്ക്രീൻ പ്ലേ നല്ലതാണ്. ഡയറക്ഷൻ എല്ലാം കൊള്ളാം. അവർ അഭിനയം സൂപ്പർ. രണ്ടുപേരും സൂപ്പർ. ഫഹദ് ഫാസിൽ എന്തായാലും എല്ലാ സിനിമയിലും പോലെ ഈ സിനിമയിലും കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വടിവേലിൻ്റെ ഒരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. വടിവേലി നന്നായിട്ട് ഇമോഷണൽ സീൻ, നമ്മൾ വടിവേലിനെ കോമഡി മാത്രമേ കണ്ടിട്ടുള്ളൂ. ബട്ട് ഇമോഷണൽ സീനിലും കൂടെ വടിവേലിനെ കാണാൻ പറ്റി. നടക്കും. വടിവേലി നന്നായിട്ട് സിനിമ വിഷയമാണ്. അഭിനയമൊക്കെ കൊള്ളായിരുന്നു. ഫഹദ് ഫാസിലും വടിവേലും എന്ന് വെച്ചാൽ രണ്ടുപേരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു വർത്ത് വാച്ചിങ് ആണ്. കൊടുത്ത പൈസയ്ക്ക് പക്കയാണ്. അഭിനയം മേക്കിംഗ് നല്ല രസമുണ്ട്. ഈ സീനൊക്കെ ക്യാമറ സിനിമാറ്റോഗ്രഫി നൈസ് ആയിട്ടുണ്ട്. അത്ര. പിന്നെ കളർ ഗ്രേഡിങ് നൈസാണ്. ഫഹദ് ഫാസിൽ യൂഷ്വലി പോലെ തന്നെ നല്ല വിഷയം പെർഫോമൻസ് ആണ്. വടിവേലും നല്ല പെർഫോമൻസ് ഉണ്ട്. ആക്ടിംഗ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്.